അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ് സ്നാനത്തോട് ചേർന്ന് നാം വായിച്ചൊരു വാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അധികാരത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പകലിലും ഒന്ന് തൊടുവാനായിട്ടിടയായി. യേശു പറയുകയാണ് അധികാരം, അതോറിറ്റി. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ അധികാരത്തിൻ്റെ കീഴിലുള്ളവനാണ്, ഞാനും അധികാരത്തിൻ്റെ കീഴിലുള്ളവനാണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ അധികാരം, അതോറിറ്റിയെക്കുറിച്ച് ഇന്നലെ പകലൊന്ന് ചിന്തിക്കുവാനായിട്ടിടയായി. അപ്പോൾ യേശു പറയാണ്, സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഈ അധികാരങ്ങൾ നൽകപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളോട് ഞാനിത് കൽപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ്, നമ്മൾ ആരാധിക്കുന്ന ദൈവം, അതൊരിക്കലും ഒരു വീക്കായിട്ടുള്ളൊരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. അത് ലോക്കലായിട്ടുള്ള ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മളൊക്കെ കേരളത്തിൽ നിന്ന് വന്നതാണല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പണ്ട് എൻ്റെ കൊച്ചുനാളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പുത്തൂര് ഉള്ള അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയല്ല, കുറച്ചും കൂടെ കഴിയുമ്പോൾ ഉള്ള പ്രതിഷ്ഠ. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ അവിടെ വേറെ കുറേ ദൈവങ്ങളാണ്. കല്ലും മരവും ഒക്കെ വെച്ചിട്ട് അവർ ഓരോരോ ദൈവങ്ങളെ ഉണ്ടാക്കുന്നു, അതിൻ്റെ മുമ്പിൽ വന്ന് ആരാധിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം, അവിടുത്തെ ദേവിക്ക് ശക്തിയുണ്ട്, പക്ഷേ ഈ ശക്തി ലിമിറ്റഡാണ്. ഈ ദേവിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറഞ്ഞേ, അവിടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ്. കാര്യം അവർക്കേ അറിയത്തുള്ളൂ ഇവിടെയുള്ള ഒരമ്പലത്തിൻ്റെ പ്രതിഷ്ഠ ഇതാണെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അമേരിക്കയിലിരിക്കുന്ന സായിപ്പിന് ഇത് അറിയത്തില്ല. കാര്യം ഈ പുള്ളിക്കാരന് ഈ 10 കിലോമീറ്ററിൽ മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ പേരിൽ അറിയപ്പെടുന്ന ദേവിമാരുണ്ട്. ഹല്ലേലൂയ. ആ ഒരു വ്യക്തി, ആ ഒരു ലിമിറ്റഡ് ചുറ്റളവിൽ അറിയപ്പെടുന്ന, ലിമിറ്റഡ് ഏരിയയിൽ മാത്രം അറിയപ്പെടുന്ന ഇരുളിൻ്റെ ശക്തികൾ. ഹല്ലേലൂയ. ഇരുളിൻ്റെ ശക്തികളുണ്ട്. അപ്പോൾ ഇരുളിൻ്റെ ശക്തികളൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ, എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള അതോറിറ്റി എന്ന് പറഞ്ഞാൽ, ഭൂമിയിലുള്ള സകല അതോറിറ്റിയും എനിക്ക് അവൻ തന്നിരിക്കുക. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഈ അധികാരം നമുക്ക് നൽകപ്പെട്ടതുകൊണ്ട് അവൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? 19-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. ഇതിൻ്റെ 20-ാമത്തെ വാക്യം പറയും, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. അപ്പോൾ 18-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും നമ്മളെ കംഫർട്ട് ചെയ്യുന്ന ഒരു വാക്യമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അധികാരം എനിക്കുണ്ട്, ആ അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആ അതോറിറ്റി നാം ഒന്ന് എക്സസൈസ് ചെയ്യണം. ഈ ദേശത്തായിരിക്കും ചില കാര്യങ്ങളൊക്കെ നമ്മൾ സീക്ക് ചെയ്യുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവം തന്നിട്ടുള്ള അതോറിറ്റി ഈ ദിവസങ്ങളൊന്ന് എക്സസൈസ് ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ ഈ അധികാരത്തിൻ്റെ പരിധിയിൽ നമുക്കെല്ലാം ദൈവം അധികാരം തന്നിട്ടുണ്ട്. കേൾക്കുമ്പോൾ നല്ല രസമാണ്. അവസാനത്തെ വാക്ക് പറയുകയാണ്, ഞാൻ എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് കേട്ടതുപോലെ സ്നാനപ്പെട്ട ജെറുഷയുടെ ജീവിതത്തിൽ ഇന്ന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോമിസ്, മോളെ, ഇന്ന് തൊട്ട് നിൻ്റെ ജീവിതത്തിൽ ഒരു യാത്ര തുടങ്ങുക, ഒരു പുതിയ ജേണി. പക്ഷേ ആ ജേണിയിൽ ഒരു കാര്യമുണ്ട്, ഓരോ സ്റ്റേജിലും നിൻ്റെ ജീവിതത്തിൽ കൂടെ സഞ്ചരിക്കുന്നവർ കുറേ പേരുണ്ടായിരിക്കാം. പക്ഷെ അവരൊക്കെ ഓരോ സ്റ്റേജുകളിൽ നിന്നിൽ വിട്ടുപോകും. പക്ഷേ എപ്പോഴും ലോകത്തിൻ്റെ അവസാനം വരെ നിന്നോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്.
ഹല്ലേലൂയ. അവൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. ഞാൻ ഈ പറയുന്ന വാക്യമൊക്കെ നിങ്ങളുടെ അകത്തൊരു വെളിപ്പാടായിട്ട് കിട്ടണം. ഇത് വെളിപ്പാടായിട്ട് കിട്ടുന്ന എപ്പോഴാണെന്നറിയാമോ? എല്ലാവരും നമ്മളെ കൈവിട്ട് കഴിയുമ്പോൾ ഇതൊരു വെളിപ്പാടാവും. ഹല്ലേലൂയ. ആരും എൻ്റെ കൂടെ ഇല്ല. എൻ്റെ ഏകനായ യാത്രകളിൽ ഹല്ലേലൂയ പലപ്പോഴും ഇത് നമ്മളോട് സംസാരിക്കും. ഞാൻ എൻ്റെ ഒരു സമയത്ത് ഒരുപാട് ബിസിനസ് ട്രിപ്പുകളൊക്കെ ചെയ്യേണ്ട വരുമായിരുന്നു. അപ്പോൾ മിക്കവാറും ഈ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായ സമയത്ത് അവരെയൊക്കെ വിട്ടിട്ട് പോകാൻ ഭയങ്കര പാടാണ്. ചിലപ്പോൾ ഒരു വീക്കിന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2 വീക്സിന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ പലപ്പോഴും ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോൾ മനസ്സിനകത്ത് ചിലപ്പോൾ ഇച്ചിരി വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ, അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, മറ്റുള്ളവർക്കൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മളെ വിട്ടു മാറി നിൽക്കേണ്ടതായിട്ട് വരും. പിരിഞ്ഞു പോകും, പക്ഷേ പിരിയാത്ത ഒരുവനായി. ഹല്ലേലൂയ. രോഗത്തിന് അതിനെ പിരിച്ചു കളയുവാൻ കഴിയത്തില്ല, മരണത്തിന് പിരിച്ചു കഴിയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിത്യതയോളം നിലനിൽക്കുന്ന ഒരു സ്നേഹം. ഹല്ലേലൂയ. ഇത് ബുദ്ധിയിലല്ല, ഇത് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ പരാതിയൊന്നുമില്ല. പിന്നെ ആരും എന്നെ കുറ്റപ്പെടുത്തിയെന്ന് പറയത്തില്ല, ആരും എന്നോട് മിണ്ടിയില്ലെന്ന് പറയത്തില്ല, ആരും എന്നോട് പിണങ്ങിയെന്ന് പറയത്തില്ല. കാര്യം എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇതിന് മറ്റൊരു വശമുണ്ട്. എന്നും ചൊല്ലി എല്ലാവരോടും കണ്ട് വഴക്കുണ്ടാക്കണ്ട. എനിക്ക് കർത്താവുണ്ട്, കർത്താവ് മാത്രം മതിയെന്ന് പറയരുത്. കർത്താവ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും സ്നേഹിക്കും. ഹല്ലേലൂയ. അപ്പോഴതിനകത്ത് ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഭാഗവും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 19-ാമത്തെ വാക്യം, മേക്ക് ഡിസൈപ്പിൾസ്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ശിഷ്യരാക്കുക. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച്, ഈ പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ അല്ലെങ്കിൽ എല്ലാ ചർച്ചിൻ്റെ ഒരു പ്രശ്നം, നമുക്ക് ഇത് മാത്രം നമ്മുടെ അകത്തോട്ട് കയറിയിട്ടില്ല. നമ്മളെ വിളി മറ്റുള്ളവരെ ശിഷ്യരാക്കാനായിട്ടുള്ള വിളിയാന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. ഇതുപോലെ ഹാർഡായിട്ടുള്ളൊരു പരിപാടിയില്ല. ഒരാളെ ആത്മീയമായിട്ട് വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഈ പിള്ളേർക്ക് കുറച്ച് ബർഗറോ ഒക്കെ ചോറോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരങ്ങ് വളർന്നോളും. നമ്മൾ വളർത്തിയെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ഫുഡൊക്കെ കൊടുത്താലും വളർന്നു. പക്ഷേ അവരെ സ്പിരിച്വലായിട്ട് മോൾഡ് ചെയ്ത് വരണമെങ്കിൽ ഇറ്റ്സ് ലോഡ് ഓഫ് എഫേർട്ട്. അതിനൊരുപാട് ടൈമും ഇൻവെസ്റ്റും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കോളിംഗ് എന്താണ്? നമ്മൾ ആൾക്കാരെ ഡിസൈപ്പിൾസാക്കി മാറ്റണം, ശിഷ്യരാക്കി മാറ്റണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഈ സ്നാനപ്പെട്ടത് കർത്താവിനോട് കൂടെ ചേരാനാ, കർത്താവിൻ്റെ സഭയോട് കൂടെ ചേരാനാ. അപ്പം നമ്മളെക്കുറിച്ചുള്ള ദൈവിക വിളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാ വിശ്വാസി എന്നുള്ള വിളിയല്ല, ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. അങ്ങനെ ശിഷ്യരാക്കുമെന്ന പ്രിയപ്പെട്ടവരോടാണ് പറയുന്നത്. ആ ശിഷ്യത്വത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ സ്നാനപ്പെടുത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. പക്ഷേ എന്താണ് ശിഷ്യ അല്ലെങ്കിൽ എന്താണ് ശിഷ്യൻ? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. 3 കാര്യങ്ങളാണ് ശിഷ്യത്വത്തെക്കുറിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്കത് ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, 26 തൊട്ട് 33 വരെയുള്ള വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
3 കാര്യങ്ങളാണ് ശിഷ്യത്വത്തിൻ്റെ 3 പടികളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കാര്യം പറയുന്നത് എന്താ? നിങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നവൻ അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും വിട്ടുപിരിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെല്ലാവരെയും സ്നേഹിക്കാനല്ലേ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതും അതും കൂടെ അങ്ങോട്ട് ഒത്തുവരുന്നത് എന്ന് പറഞ്ഞാൽ, കഥാവ് പറയുകയാണ്, ഒരു ശിഷ്യൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ദൈവം പറഞ്ഞത്, ഈ റിലേഷൻസൊക്കെ നമുക്കുണ്ട്, റിലേഷൻസൊക്കെ ഉണ്ട്, എങ്കിലും ഇതിനേക്കാൾ അധികം നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കുന്നത്? അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ശിഷ്യനായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും. ഹല്ലേലൂയ. നിങ്ങളായിട്ട് ഇനി പരീക്ഷകളൊന്നും കണ്ടുപിടിക്കേണ്ട, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. അപ്പോൾ ഈ ടെസ്റ്റിലൂടെയാണ് നമ്മൾ കർത്താവിൻ്റെ ശിഷ്യരായി എന്ന് നമുക്ക് ബോധ്യമാകുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവരെ വെറുക്കുക എന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞേക്കുന്ന അവരെ ലിറ്ററലി വെറുക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, അവരെക്കാൾ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഞാനിതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് ദൈവം വെളിപ്പെടുത്തി നൽകിയ ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കും ഈ മാതാപിതാക്കളെയും ഭാര്യയെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. അതെങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഒത്തുപോകുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിനെ സ്നേഹിക്കുന്നവനെ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ അറിയത്തുള്ളൂ. കാര്യം ഈ ലോകത്തിൽ കാണുന്ന സ്നേഹങ്ങളെല്ലാം, ആ സ്നേഹം ഒരിക്കലും ഒരു പ്യുവർ ലവിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ആ ദൈവത്തിൻ്റെ സ്നേഹം നാം ഒന്ന് രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്തില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ റിയൽ സ്നേഹം കർത്താവിൽ നിന്ന് പ്രാപിച്ചവൻ എല്ലാവരെയും സ്നേഹിക്കും. പക്ഷേ അവനൊരിക്കലും തൻ്റെ സ്നേഹം ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് അവൻ വേർതിരിയത്തില്ല. സൗദി അറേബ്യയിൽ ഒരു അറബി കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവന് വലിയ ധനവാനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പനും അമ്മയും അവനെ പുറത്താക്കി, അവന് ഭ്രാന്താന്ന് പറഞ്ഞു. കാര്യം അവർക്കൊരിക്കലും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിൽ ഇവനെ നിർത്താനായിട്ട് പറ്റത്തില്ല. കാര്യം അവൻ ഓപ്പണായിട്ട് കർത്താവിനെ സ്വീകരിച്ചു. ഇത് റിയലായിട്ടുള്ളൊരു സാക്ഷ്യം, കഥയല്ല. അത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഭാര്യ അവനെ വിട്ടിട്ട് പോയി, അവൻ്റെ മക്കൾ വിട്ടിട്ട് പോയി. അപ്പോഴത്തേക്ക് മറ്റുള്ളവരൊക്കെ പറയാൻ തുടങ്ങി ഇവന് ഭ്രാന്താണെന്ന്. അങ്ങനെ ഒരു മിഷണറി ഇദ്ദേഹത്തിനെ കാണുവാനായിട്ട് ചെന്ന് അവനോട് സംസാരിച്ചു. അപ്പം അവനോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ ഭാര്യയോട് ചേർന്ന് താമസിക്കുന്നില്ല? അദ്ദേഹം പറഞ്ഞു, അവരോട് എനിക്ക് സ്നേഹമാണ്, പക്ഷേ എന്ത് ചെയ്യാനാ? അവർ പറയുന്നത് ഈ കർത്താവിനെ വിട്ടാലേ അവർ എൻ്റെ കൂടെ വരത്തോളെന്ന്. ഈ ഞാൻ അറിഞ്ഞ സ്നേഹം, ഇത് എൻ്റെ റിലേഷൻസിനേക്കാൾ വലിയ സ്നേഹമാണ്. ഞാൻ എങ്ങനെ ആ സ്നേഹം വിട്ട് ഈ സ്നേഹത്തിൻ്റെ പുറകെ പോകും? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നമ്മളെങ്ങാണോ അങ്ങനെ സ്നേഹം അറിഞ്ഞിട്ടുണ്ടോ? അറബി അറിഞ്ഞെന്നാണ് പറയുന്നത്. ഇവർക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ബുദ്ധി കൂടിപ്പോയതാ കുഴപ്പം. നമ്മൾ ഇതുവരെ കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ആദ്യം നടക്കണം. ഹല്ലേലൂയ. ജെറുഷ കേൾക്കുന്നുണ്ടല്ലോ. ജെറുഷ മാത്രമല്ല, സ്നാനപ്പെട്ട എല്ലാവരുടെയും. കഴിഞ്ഞ കാലങ്ങളിൽ സ്നാനപ്പെട്ടവരൊക്കെ ശിഷ്യരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാല്ല, പാസ്റ്ററാണ്. ഇപ്പോൾ പാസ്റ്റർമാരെ അല്ല വേണ്ടത്, കർത്താവിൻ്റെ ശിഷ്യന്മാരെയാണ് വേണ്ടത്. ശിഷ്യനാണോ എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി, അല്ലേ? ശിഷ്യനാണോ എന്നുള്ള കാര്യം ഓരോരുത്തരുടെ എൻ്റെ ജീവിതത്തിലും കൂടെ ചേർത്ത് പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി കർത്താവിൻ്റെ ശിഷ്യനായിട്ട് മാറുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്തീയ വഴി വളരെ സിമ്പിളാണ്. ഇതൊരു സാക്രിഫിഷ്യലായിട്ടുള്ള വഴിയാണ്. സാക്രിഫൈസ് ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, കർത്താവ് തന്നെ ക്രൂശിലല്ലേ കയറിയത്? ലോകത്തിലുള്ള സകല മതങ്ങളും ഇവിടുത്തെ ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ, ഏതാണ്ട് സദ്ഗുരു ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ വലിയ വലിയ ടീമുകളൊക്കെ ഉണ്ടല്ലോ, ബിസിനസ് കോർപ്പറേറ്റ്സിനൊക്കെ ഉപദേശം കൊടുക്കുന്നത്. പുള്ളിക്കാരൻ ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ ഒരു മനുഷ്യൻ
ഈ 33.5 വർഷത്തിന് ശേഷം ഈ യൗവനക്കാരനായ ഒരു മനുഷ്യൻ ക്രൂശിൽ കയറിയത് ഒരു പരാജയമോ ജയമോ? ലോകം മുഴുവനും ഇതൊരു പരാജയമാണെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞവന് മനസ്സിലാകും, അവന് വേണ്ടിയിട്ടല്ല ക്രൂശിൽ കയറിയത്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ആ ക്രൂശിൻ്റെ ആഴം, ക്രൂശിനകത്ത് കണ്ട സ്നേഹം, ഇതൊരു സാക്രിഫിഷ്യലായിട്ടുള്ള വഴിയാണ്. നമ്മൾ ഇതിനകത്ത് പോകും തോറും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും, പല കാര്യങ്ങളും നമുക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ ആദ്യത്തെ കാര്യം പറയുന്നു, നിൻ്റെ റിലേഷനാണ്. ഹല്ലേലൂയ. അവിടെ തന്നെ നമ്മൾ ആദ്യമേ തന്നെ പരാജയപ്പെട്ടാൽ തീർന്നു. നമ്മുടെ ഏറ്റവും വലിയ പരാജയം അതാണ്. നമ്മളങ്ങ് ഭയങ്കരമായിട്ട് നമ്മുടെ റിലേഷനിൽ അങ്ങ് ക്ലിങ് ആണ്. നമ്മൾ ഈ കർത്താവിനോട് അടുക്കുന്നത് തന്നെ ഏതാ? നമ്മുടെ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. ഹല്ലേലൂയ. അതാ അതിനേക്കാളും രസം. ഞങ്ങൾ ചർച്ച വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിള്ളേരൊക്കെ നേരെയുള്ള വഴിയിലൊക്കെ പോകണമെങ്കിൽ ചർച്ച വരണമെന്നുള്ളതാണ്. ഇപ്പം ഇവിടെ ദൈവവചനം എന്താ പറയുന്നത്? എടാ, നിനക്ക് ഈ പറയുന്ന റിലേഷനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുവാനായിട്ട് കഴിയണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത്, ആ 33-ാമത്തെ വാക്യം, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, തനിക്കുള്ളതൊക്കെ വിട്ടുപിരിയണം. ഒന്നിനെയും അധികം സ്നേഹിക്കരുത്, ഒന്നിനെയും അധികം സ്നേഹിക്കരുത്. ഹല്ലേലൂയ. ചിലർക്കൊക്കെ എന്താ വെച്ചാൽ കാറ് ഭയങ്കര ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കങ്ങ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിടണം. ഇതിനെയൊക്കെ ചിലർക്ക് സർട്ടിഫിക്കറ്റ് ഭയങ്കരമായിട്ട്, അവർക്കങ്ങ് സർട്ടിഫിക്കറ്റ് കൊണ്ടങ്ങ് നിറയ്ക്കണം. അത് വലിയ പോരാട്ടമാണ്. ഇതിനെയൊക്കെ വിട്ട് പിരിഞ്ഞ്, അല്ലെങ്കിൽ ഇതിനെ ഒന്നും ഇമ്പോർട്ടൻ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണരുത്. ഇതാ ശിഷ്യത്വത്തിൻ്റെ അടുത്തൊരു വഴി. പണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് നാട്ടിൽ കൂടെ വണ്ടി മേടിച്ചാൽ, കാറ് മേടിച്ചത്, പുള്ളിക്ക് കാറ് ഭയങ്കര ജീവനാണ്. അങ്ങനെ കാറ് വന്ന് ഒരു അടുത്ത് വന്ന് കുഴിയും കട്ടറും ഒക്കെ ആയ സമയത്ത് ഭാര്യയോട് പറഞ്ഞു, നീ കൂടെ കയറിയിരുന്ന അതിൻ്റെ അടി തട്ടും, അതുകൊണ്ട് പുള്ളിക്കാരത്തി ഒന്ന് വെളിയിലിറക്കി കാറ് കട്ടറിൽ കൂടെ കയറാനായിട്ട്. കട്ടറിൽ കൂടെ കയറി പുള്ളി അങ്ങ് വിട്ടുപോയി. പുള്ളി ഭാര്യയുടെ കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞല്ലോ. ചിലർക്ക് ഈ ചില കാര്യങ്ങൾ അങ്ങ് ജീവനാണ്. ഇതിനെയൊക്കെ വിട്ടു പിരിഞ്ഞെങ്കിലേ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ജെറുഷ ഇനിയാണ് പോരാട്ടം മുഴുവനും, ഇനിയാണ് തുടങ്ങുന്നത്. മൂന്നാമത്തെ കാര്യം പറയുന്നു, ഇതിനേക്കാളും എല്ലാത്തിനേക്കാളും ഒക്കെ സഹിക്കുക. ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു, നമ്മുടെ റിലേഷൻസ്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ കർത്താവിനെ സ്നേഹിച്ചു. സാധനങ്ങളോടുള്ള പ്രേമമെല്ലാം നമ്മൾ മാറ്റിവെച്ചു, കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചു. ഇനിയിപ്പോൾ അടുത്ത കാര്യം പറയുന്നത്, ഇനിയിപ്പോൾ എന്താ പറയുന്നത്? നമ്മളെ തന്നെ ത്യജിക്കണം. ഇത് ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ ത്യജിക്കാൻ വലിയ പ്രശ്നമാണ്. അതെന്താ എന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും നമ്മളെ ഭയങ്കര വിലയുള്ളവരായിട്ടാണ് കാണുന്നത്. അതല്ലേ നമ്മുടെ അഭിപ്രായം മാനിക്കാത്ത ഒരാളോട് നമുക്കൊരു ദേഷ്യം? ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ല. അതാണല്ലോ പല ചർച്ചിലെ വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ല. അപ്പോൾ എൻ്റെ എന്നുള്ളൊരു വിഷയം, കർത്താവിനെ അധികം സ്നേഹിച്ചിട്ട്, കാര്യം എന്നെ ഒന്ന് ജയിക്കാൻ, ഈ പല കമ്പനികളിലും ജോലിയിലും ഒക്കെ നിങ്ങൾക്ക് ഒന്ന് വലുതാകണമെങ്കിൽ എൻ്റെ ഈഗോ ഒന്ന് ഉടയണം. ഹല്ലേലൂയ. റിയലായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈഗോയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ പരിചയമുള്ള, ഞങ്ങൾ ബോംബെയിലായിരുന്ന സമയത്ത് വിശ്വാസത്തിൽ വന്ന, കാത്തലിക് ഫാമിലിയിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരൻ, ആ സഹോദരൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളൊന്നുമില്ല. തൻ്റെ വീട്ടുകാർ, പേരൻസ് മുഴുവനും വളരെ സ്ട്രോങ് കാത്തലിക് അവർ. അതുകൊണ്ട് ഈ പുള്ളിക്കാരൻ രാത്രി മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കയറുന്നില്ല. അങ്ങനെ ഒരു ദിവസം തന്നെ വൈകുന്നേരം വന്ന് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പുള്ളി അവിടെ വന്ന് കഥ കെട്ടുന്ന, പേരൻസ് കഥ ഓർന്നില്ല. ബോംബെയിൽ താൻ ആ ഫ്ലാറ്റിൻ്റെ വെളിയിൽ നിന്ന് രാത്രി മുഴുവൻ അവിടെ നിന്ന് മഴ നനഞ്ഞു. അന്ന് മഴയായിരുന്നു. രാത്രി മുഴുവൻ അവിടെ നിന്ന് മഴ നനഞ്ഞു. അദ്ദേഹത്തിന്, ആ ചെറുപ്പക്കാരന്, അദ്ദേഹം എൻ്റെ കൂടെ ആയിരുന്നു ജോലി ചെയ്യുന്നത്, സാമാന്യം നല്ല ജോലിയും എല്ലാ സാഹചര്യവും ഉണ്ട്. തനിക്ക് വേണമെങ്കിൽ പോയി
ഈ വീട്ടുകാരോട് പിണങ്ങി വേറെ വല്ലവരോടൊക്കെ റൂം എടുത്ത് പുള്ളിക്ക് താമസിക്കാമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളൊക്കെ ചോദിച്ചു, സഹോദരൻ എങ്ങനെ നടക്കുന്നു? അത് ഞാൻ ചത്തല്ലോ. പ്രൈസ് ലോർഡ്. നമ്മളെ ത്യജിച്ചാൽ, ഹല്ലേലൂയ, ഭയങ്കര സ്ട്രോങ് കാത്തലിക്കായിരുന്നു അവരന്തിച്ചു പോയി. രാവിലെ നനഞ്ഞ് കുതിർന്ന് വിറച്ച് അവനവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ പേരൻസ് രണ്ടുപേരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ഒരുപാട് ഇൻസിഡൻറ്റിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എന്താ നേടാൻ കഴിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ ത്യജിക്കുവാൻ, ഞാൻ എന്നെപ്പോലും വിലയുള്ളവനായിട്ട് കാണാതിരുന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ശിഷ്യനായി തീരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ ആർക്കും റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെയാണ് ലോകം നോക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ശിഷ്യരായി നാം വളർന്നു കഴിഞ്ഞാൽ ലോകത്തിന് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒരിക്കൽ മദർ തെരേസ, ഈ അമേരിക്കൻ പ്രസിഡൻറ്റ്, അവരുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പ്രെയറിൽ പ്രസംഗിക്കുവാനായിട്ട് വിളിച്ചു. രാവിലെ അവരുടെ പ്രസംഗം മുഴുവനും ഈ ചൈൽഡ് അബോർഷനെതിരായിട്ടായിരുന്നു. അന്ന് ബിൽ ക്ലിൻ്റൺ ആയിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ പ്രാസംഗികനായിട്ടുള്ള ഒരു പ്രസിഡൻ്റായിരുന്നു US-ൻ്റെ ബിൽ ക്ലിൻ്റൺ. താൻ ഇരിക്കുന്ന വേദിയിൽ ഇവരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായിട്ട് ഈ പ്രസിഡൻറ്റിനെ പുള്ളിക്കാരി വിമർശിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആ പ്രസംഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ ബിൽ ക്ലിൻ്റനോട് സെക്രട്ടറി പറഞ്ഞു, വേറൊരു മെസ്സേജ്, മറുപടി പ്രസംഗം പ്രിപ്പയർ ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ പുള്ളിക്കാരത്തി പറഞ്ഞു, വേണ്ട, ഇനി മറുപടി പ്രസംഗം പ്രിപ്പയർ ചെയ്യേണ്ട. കാര്യം പറഞ്ഞാലും അത് എറിക്കത്തില്ല. കാര്യം അവരവരുടെ പ്രസംഗം ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്തതാ. അതിനെ നമുക്കൊരിക്കലും, ഹല്ലേലൂയ, വാക്കുകൾ കൊണ്ട് മാറ്റുവാനായിട്ട് കഴിയത്തില്ല. ഞാൻ പറഞ്ഞത്, ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടത് റിയൽ ക്രിസ്ത്യൻസിനെയാണ്. ദൈവത്തിന് വേണ്ടത്, ഹല്ലേലൂയ, ഡിസൈപ്പിൾസിനെയാണ്. അങ്ങനെ ഡിസൈപ്പിൾസ് ഉണ്ടെങ്കിൽ അനേകർ കർത്താവിലേക്ക് വരുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യാത്ര അതാ. നമുക്ക് ആദ്യത്തെ 20ാമത്തെ വാക്യമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അത് വലിയ പ്രോമിസാണ്. കർത്താവ് പറയാം, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല. പക്ഷേ അതെങ്ങനെയാണ് കൈവിടാതിരിക്കുന്നത്? എപ്പോഴാണ്? നമ്മൾ ശിഷ്യരാകണം. നമ്മൾ ശിഷ്യരാകുന്നതിനേക്കാൾ പാടാണ് വേറൊരാളെ ശിഷ്യത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. കാര്യം ലോകത്തിന് ഇമ്പകരമായ പലതിൻ്റെയും പുറകിൽ ലോകം പോകുമ്പോൾ ആരാണ് ഈ സാക്രിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഹല്ലേലൂയ. എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഈ വെള്ളിയും ശനിയും ഞായറും ഒക്കെ ഇവിടെ വന്നിരുന്ന് കുത്തിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ വന്നിരുന്ന് ആത്മാഭിഷേകത്തിന് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹല്ലേലൂയ. കർത്താവിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടണം. അല്ലെങ്കിൽ എനിക്കൊരു ശിഷ്യനായി തീരണം, എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വേണം, ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്നുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ അകത്തുണ്ടായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഈ 3 ഘട്ടങ്ങളിൽ നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ സ്നാനം കഴിഞ്ഞതിന് ശേഷം പിള്ളേരോടൊക്കെ പറയുന്നുണ്ട്, ജീവപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ഹല്ലേലൂയ ജീവകിരീടം പ്രാപിക്കുമെന്നൊക്കെ പറയുമ്പോൾ പിള്ളേരൊക്കെ വിചാരിക്കുക, എൻ്റെ അമ്മോ ഇനിയിപ്പോൾ എന്തുവാണോ ഈ പറഞ്ഞത്. ഇത് വളരെ സിമ്പിളാണ്. കർത്താവിൻ്റെ കൂടെ നടന്നാൽ മതി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നെ ചെയ്തെടുക്കും. പക്ഷേ എപ്പോഴും നിങ്ങളുടെ അകത്ത് ഈ സ്റ്റാൻഡേർഡ് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ സ്റ്റാൻഡേർഡ് നിങ്ങൾ മറന്നു പോകരുത്. കർത്താവിൻ്റെ എപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, കഴിഞ്ഞ പകൽ ഓർപ്പിച്ചതുപോലെ, ദീനക്കാരനാണ് വൈദ്യനെയും കൊണ്ട് ആവശ്യം. ഹല്ലേലൂയ. എപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ ഒരു ബോധ്യത്തോടുകൂടി ഇരിക്കണം. കർത്താവേ, ഇന്നും എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ദൈവവചനത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ ഉയർന്നിട്ടില്ല, നീ എന്നെ ഒന്ന് മാറ്റണമേ, നീ എന്നെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണമേ. ഓരോ പടിയിലേക്ക് ദൈവം നമ്മളെ നടത്തും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഒരു ആത്മാഭിഷേകത്തിൻ്റെ പകർച്ചയൊന്നും നമ്മുടെ ഇടയിൽ നടക്കാത്തതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നാം അത് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. കാര്യം നാം എപ്പോഴും പൂർണ്ണതയുള്ളവരാണെന്ന് നാം വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ പലപ്പോഴും നടക്കാറില്ല.
അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ആവശ്യകത. എഫേസ്യ ലേഖനം 11 അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കാം. എഫേസ്യ ലേഖനം 11 അധ്യായത്തിൻ്റെ 13-14. എസെക്കിയേൽ 36:26-27. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ആവശ്യം ഒരു പുതിയതായ ഹൃദയമാണ്. പുതിയതായ ഹൃദയം നമുക്ക് ആവശ്യം. കാര്യം ഈ കല്ലായ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വചനമൊക്കെ വന്ന് ഇങ്ങനെ തട്ടി തീർച്ച് അങ്ങ് പോകും. ഈ സോഫ്റ്റായ ഒരു ഹൃദയം ഇന്ന് മുതൽ ജെറുഷയുടെ ജീവിതത്തിൽ ഒരു പുതിയ ഹൃദയമായിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടതുപോലെ ആയിരിക്കത്തില്ല. ഇനി തൊട്ട് വചനം വായിക്കുമ്പോൾ പുതിയൊരു വെളിപ്പാട്, പുതിയൊരു ഡയമെൻഷൻ, പുതിയൊരു ദർശനം, പുതിയ കുറച്ചുകൂടെ ആഴത്തിലേക്ക് ദൈവം നടത്തുവാനായിട്ടിടയാകും. കാര്യം ദൈവിക പരിപാടികളൊക്കെ അങ്ങനെ. ഇതെല്ലാം ദൈവം നമ്മളെ വെളിപ്പെടുത്തത്തില്ല. ഓരോ അനുസരണയിലുമാണ് ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളും വെളിപ്പെടുന്നത്. ഓരോ സ്റ്റെപ്പിൽ നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ അടുത്ത ഒരു ലെവലിലേക്ക് ദൈവം നമ്മളെ നടത്തും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് പുതുതായൊരു ഹൃദയം വേണം. ഇതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുവാൻ, റിസീവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം വേണം. നമുക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്തൊരു പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഈ തീരുമാനമൊക്കെ എടുക്കാനായിട്ട് സഹായിക്കുന്നത്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്ത ഒരു ആത്മതലത്തിലേക്ക് ഓരോ കുഞ്ഞുങ്ങളും നിറയപ്പെടണം. ഹല്ലേലൂയ. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായത്തിൽ നാം വായിക്കുന്നത്. ശിഷ്യന്മാരോട് യേശു അവരുടെ മേൽ ഊതി, അവർക്ക് ആത്മാവുണ്ടായിരുന്നു, പക്ഷേ യേശു അവരുടെ കൈ വെച്ച് നിങ്ങൾ ആത്മാവിൽ നിറയാൻ പറഞ്ഞിട്ട് അവരെ അവിടെ അതുകൊണ്ട് വിട്ടില്ല. അവരോട് രണ്ടാമതൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇനി ആത്മനിറവിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. ഹല്ലേലൂയ. അതെന്തുകൊണ്ടാണ് യേശു അന്നേരം തന്നെ ഇവർക്ക് ആത്മാവിനെ കൊടുക്കാത്ത കാര്യം? അവർക്കൊന്നും മനസ്സിലാകണം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടൊന്ന് കാത്തിരിക്കണമെന്ന്. അപ്പോൾ ഈ കാത്തിരിക്കുന്നവർ പ്രാപിക്കുന്ന ഒരു കാര്യമാണ് ആത്മാഭിഷേകം. ഹല്ലേലൂയ. കഴിഞ്ഞ പകലിലൊക്കെ വളരെ ശക്തമായ ആത്മാവിൻ്റെ സാന്നിധ്യം, ആത്മാവിൻ്റെ അഭിഷേകം അവിടെ ചലിക്കുന്നത് നമുക്ക് കാണുവാനായിട്ടിടയായി. നാം ഈ ദിവസങ്ങളിൽ കാത്തിരിക്കുന്നവരായി തീരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേകർ ഇന്ന് ഇതിനെ വളരെ ലൈറ്റായി എടുത്തതുകൊണ്ട് പലരും ഈ ആത്മാവിൻ്റെ നിറവിലേക്ക് വളരുന്നില്ല. ഈ ആത്മാവിൻ്റെ നിറവിലേക്ക് വളർന്നെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പാപമില്ലാതെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് വളരാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും ഇതിനെ അങ്ങ് ബ്രാൻഡ് ചെയ്ത് വെച്ചേക്കുക. പെന്തക്കോസ്തുകാരുടെ ഏതാണ്ട് സംഭവമാണെന്ന് വിചാരിച്ചിങ്ങനെ നമ്മൾ പലപ്പോഴും അങ്ങ് ബ്രാൻഡ് ചെയ്ത് വെച്ചേക്കുക. വേദപുസ്തകം നന്നായി പഠിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായത്തിൻ്റെ 38 വാക്യം, ഈ പരിശുദ്ധാത്മാവെന്നുള്ള ദാനം നമ്മുടെ ജീവിതത്തിൽ അവൻ തരുന്നത് ഈ പാപത്തെ ജയിക്കുവാനായിട്ടുള്ള കൃപയാണ്. ഈ ലോകത്തെ ജയിക്കുവാനായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പർപ്പസുകൾ, ദൈവത്തിൻ്റെ വലിയ പ്ലാനുകൾ ഈ ദേശത്ത് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട്, അനേകരെ ശിഷ്യരാക്കി തീർക്കുവാനായിട്ട് ഉള്ള ഒരു ടൂളായിട്ട്, ഒരു ഗിഫ്റ്റായിട്ട് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. ഇപ്പോഴുള്ള നിറവ് ഈ ദിവസങ്ങളിൽ പിന്നെയും വർദ്ധിക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിൽ ആ കാര്യത്തിൽ വളരെ കൺവിൻസ്ഡാണ്. അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമുക്ക് വളരണമെങ്കിൽ അടുത്ത ഒരു ആത്മനിലത്തിലേക്ക് നാം കയറിയെങ്കിലേ പറ്റത്തുള്ളൂ. അടുത്ത ഒരു ലെവലിലേക്ക് കോട്ടകളെ ഇടിക്കണമെങ്കിൽ അടുത്ത ഒരു ആത്മാഭിഷേകത്തിലേക്ക് നാം കയറിയെങ്കിലേ കഴിയത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അത് നമ്മുടെ വലിയൊരു പ്രാർത്ഥനയും ആഗ്രഹവുമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. 1 യോഹന്നാൻ അതിൻ്റെ 2 അധ്യായത്തിൻ്റെ 20 വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് നിങ്ങൾ സകലവും അറിയുന്നു. അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതാണ് മറ്റൊരു ഡയമെൻഷനിലേക്ക് ദൈവപൈതലെ നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ വിവരിച്ച് എടുക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ ഹല്ലേലൂയ സമയം നമ്മുടെ മുന്നിലില്ലല്ലോ. വളരെ ഷോർട്ടായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട്
ഹല്ലേലൂയ. ഇനി കർത്തൃമേശയിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യമേ ഉള്ളൂ. കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം, നമ്മൾ ശിഷ്യരായിത്തീരണം. ശിഷ്യരായിത്തീരണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. 1, നമ്മുടെ റിലേഷനേക്കാൾ കൂടുതൽ നാം കർത്താവിനെ സ്നേഹിക്കണം. 2, നമ്മുടെ സാധനങ്ങളെക്കാൾ, നമുക്ക് തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ നാം കർത്താവിനെ സ്നേഹിക്കണം. നാം ഒരിക്കലും ഹല്ലേലൂയ ക്രിയേഷൻ അല്ലെങ്കിൽ ദൈവം ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ക്രിയേറ്ററിനെ നിങ്ങൾ സ്നേഹിക്കണം. 3-ാമതായിട്ട് നിങ്ങളെ തന്നെ ത്യജിക്കുവാനായിട്ട്, നിങ്ങളെക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് ഇടയാകണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ നമ്മളെല്ലാം ഹല്ലേലൂയ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾ കുഞ്ഞുങ്ങളോടൊക്കെ പറയും നിങ്ങളെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. സത്യത്തിൽ നമ്മളെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നമ്മുടെ പേരും നമ്മുടെ ഗ്ലോറിയും നമ്മുടെ ഹല്ലേലൂയ സകലത്തിനെയൊക്കെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. അത് വേണമെങ്കിൽ കർത്താവിനോട് ചോദിച്ചാൽ മതി, ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി നൽകും. അതിനേക്കാൾ കൂടുതൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ശിഷ്യനായി തീരുവാനായിട്ട് കഴിയും. അതുകൊണ്ട് മാത്രമായില്ല ഹല്ലേലൂയ നിങ്ങൾ കർത്താവിൽ അഭിഷേകത്താൽ നിറയണം. ഓരോ ദിവസവും ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ജയത്തോടെ ജയോത്സവമായി ദൈവം നമ്മളെ നടത്തുന്ന ദൈവമാണ്. അതിനു വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. കർത്തൃമേശയിലേക്ക് കയറുന്നതിന് മുമ്പിട്ട് എന്താണ് കർത്തൃമേശ, ഹല്ലേലൂയ എവിടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ കർത്തൃമേശയിലേക്ക് കയറുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി റോമാലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3:27. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ആ സ്നാനത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സ്നാനപ്പെട്ടവരാണ് ഈ കർത്തൃമേശയിലേക്ക് ഭാഗമാകേണ്ടത്. അപ്പോൾ ഈ സ്നാനത്തിലൂടെ എന്താണ് നടന്നത്? നിങ്ങൾ യേശുവിനെ ധരിച്ചു. അപ്പോൾ ഈ യേശുവിനെ ധരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യേശുവിനെ ധരിച്ചാൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. ഈ പിതാവാം ദൈവത്തിന്, വളരെ സിമ്പിളായിട്ട് സുവിശേഷം പറഞ്ഞാൽ ഈ പിതാവാം ദൈവത്തിന് ഒരു കാരണവശാലും പാപത്തിനെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ ചെറിയ പാപികളായിരിക്കാം, വലിയ പാപികളായിരിക്കാം, പക്ഷേ പിതാവിൻ്റെ സ്റ്റാൻഡേർഡിൽ എല്ലാവരും പാപികളാണ്. ഒരു മനുഷ്യനുമില്ല പാപം ചെയ്യാത്തത്, എല്ലാവരും പാപികളാണ്. യഹൂദനെന്നില്ല, യവനെന്നില്ല, ജാതികളെന്നില്ല, സകലരും പാപികളാണ്. അപ്പോൾ പിതാവിൻ്റെ കോപാഗ്നിയിൽ ഹല്ലേലൂയ ഒരുവൻ നമുക്ക് വേണ്ടിയിട്ട് അഗ്നിയായി തീർന്നു, തകർക്കപ്പെട്ടു. അതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവാണ്. ക്രൂശിൻ്റെ മരണത്തോളം അനുസരണമുള്ളവനായി നമുക്ക് വേണ്ടി അവൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. അവൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ ചൊരിഞ്ഞു, നമ്മളെ പാപമില്ലാത്തവരാക്കി മാറ്റി. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ഹല്ലേലൂയ സിംബോളിക്കലായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ സ്നാനത്തിലൂടെ നടക്കുന്നത്. കർത്താവ് ക്രിസ്തുവിലൂടെ നാം മരിച്ചു, ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ ഉയർപ്പിന് നമ്മളും പങ്കാളികളായി അവനോടുകൂടെ നാം എണ്ണീക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിന് പാപത്തെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ പിതാവ് ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നമ്മൾ ഹല്ലേലൂയ ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പിതാവ് നോക്കുമ്പോൾ നമ്മളെയല്ല കാണുന്നത്, ക്രിസ്തുവിനെയാണ് കാണുന്നത്. നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ക്രിസ്തു മൂലം അത് മറയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാപം ചെയ്യാത്ത നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങൾ, നമ്മൾ എന്തെങ്കിലും ആരോടെങ്കിലും പോകുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. പിതാവിൻ്റെ ആ കാര്യവും അങ്ങനെ തന്നെയാണ്. പിതാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നാം നമ്മളെയല്ല റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്, ക്രിസ്തുവിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യാതെ ഹല്ലേലൂയ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ ആ സ്റ്റാൻഡേർഡിൽ ജീവിക്കുവാനായിട്ട് അങ്ങനെ ഉള്ള ഒരു കൂട്ടായ്മ ആചരിക്കുന്ന പ്രിയപ്പെട്ടവർക്കാണ് സ്നാനത്തിലേക്ക് കരങ്ങളെ നീട്ടുവാനായിട്ട് അവകാശമുള്ളത്. ഹല്ലേലൂയ. കാര്യം നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി പ്രകാരമാണ്
ഹല്ലേലൂയ, നമുക്ക് മധ്യസ്ഥനായി ക്രിസ്തു നിൽക്കുന്നത്. വേറൊരു മധ്യസ്ഥന് നമുക്കില്ല. നമുക്ക് മധ്യസ്ഥനായി ക്രിസ്തു മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും മധ്യസ്ഥത അണച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിതാവ് ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കത്തില്ല. കാര്യം പാപം ചെയ്യാത്തവനായ ക്രിസ്തു, കുഞ്ഞാടിൻ്റെ രക്തം, ഹല്ലേലൂയ, അതാണ് നമുക്ക് കാവലായിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, ജലത്തിൽ സ്നാനം ഏറ്റ പ്രിയപ്പെട്ടവരാണ് കർത്താവിൻ്റെ മേശയിലേക്ക് ഭാഗവാക്കാകേണ്ടത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നാം കർത്താവിൻ്റെ മേശയിൽ ഭാഗവാക്കാകുമ്പോൾ നമുക്കൊരു നല്ല മനസ്സാക്ഷി വേണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആരെയോടെങ്കിലും കയ്പോ വിദ്വേഷമോ പകയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അതെല്ലാം ഒന്ന് കർത്താവിൻ്റെ രക്തത്താൽ കഴുകിക്കളയണം. നിങ്ങളെ തന്നെ ശോധന ചെയ്യുന്നവരായി തീരണം. നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ വാക്കുകൊണ്ട്, നാക്കുകൊണ്ട്, സംസാരം കൊണ്ട്, കണ്ണുകൊണ്ട്, ചിന്ത കൊണ്ട്, എൻ്റെ അവയവങ്ങൾ ഏതെങ്കിലും കൊണ്ട് ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്നോടൊന്ന് ക്ഷമിക്കണമേ. കാര്യം നാം ഇട്ടിരിക്കുന്നത് കോട്ടോ ഡ്രസ്സോ ഒന്നുമല്ല ഇട്ടിരിക്കുന്നത്, ക്രിസ്തുവിനെയാണ് ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വിശുദ്ധ വസ്ത്രം ധരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം അവൻ്റെ രക്തത്താൽ ഒന്ന് കഴുകപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് അല്പസമയം ഒരു പാട്ട് പാടുമ്പോൾ ഇവിടെ നിങ്ങളെ തന്നെ ദൈവസന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഹല്ലേലൂയ കർത്താവിനോടൊന്ന് ചോദിക്കാം. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, ഞാൻ അറിയാതെ ചെയ്തു പോയിട്ടുള്ളത്, കെയർലെസ്സായിട്ട് ചെയ്തു പോയിട്ടുള്ളത്, അറിയാതെ എൻ്റെ നാവിൽ നിന്ന് വീണു പോയിട്ടുള്ളത്, എൻ്റെ ചിന്തകളിൽ വന്നു പോയിട്ടുള്ളത്, എൻ്റെ കണ്ണുകൾ കൊണ്ട് കേട്ടത്, എൻ്റെ ചെവികൾ കൊണ്ട് കേട്ടത്, കണ്ണുകൊണ്ട് കണ്ടത്, ഇതിനെല്ലാം സ്വർഗം എന്ന യേശുവിൻ്റെ രക്തത്താലൊന്ന് കഴുകട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവർക്കും കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ വളരെ ധ്യാനത്തോടുകൂടെ ആയിരിക്കാം. കർത്താവിനോടൊന്ന് ചോദിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ